ഇതൊരു അരീക്കൊമ്പൻ ചിത്രമാണ്. വനങ്ങളെ പച്ചപ്പുകളെ, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ വനങ്ങളെ പച്ചപ്പുകളെ നിലനിർത്തുക. പിന്നെ ഇതിൻ്റെ അകത്ത് അരീക്കൊമ്പൻ നാട് കടത്തപ്പെട്ടല്ലോ, അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതലൊന്നും വെളിപ്പെടുത്താൻ പറ്റാത്തൊരവസ്ഥയാണ്. പിന്നെ കുറേ പ്രശ്നങ്ങളുണ്ട് അതിൻ്റെ അകത്ത്. ആ സിനിമ കാണുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ. ആർക്കൊക്കെ കൊള്ളുമെന്നും എങ്ങനെയൊക്കെ കൊള്ളുമെന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു സിനിമയായി തന്നെ കാണുക, അതാണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് പറയാനുള്ളത്. പിന്നെ പുതുമുഖങ്ങളെ വെച്ചിട്ട് സിനിമ എടുക്കുക എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സമയത്ത് വലിയ പാടുള്ള കാര്യമാണ്. അതിനെ ഇവിടെ വരെ എത്തിക്കുക, അല്ലെങ്കിൽ ഈ ഒരു ഓഡിയോ ലോഞ്ചിലേക്ക് വരെ എത്തിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ പാടാണ്. കാരണം നമുക്ക് കിട്ടേണ്ട സപ്പോർട്ടുകൾ പല സൈഡിൽ നിന്നും കിട്ടാതെ വരും. അങ്ങനെയൊക്കെയുള്ള പ്രതിസന്ധികളിലൂടെയാണ് ഈ സിനിമ ഇവിടെ വരെ നയിക്കുന്നത്. പല സമയത്ത് ഈ പടം നിന്നു പോകുന്ന ഒരവസരം ഉണ്ടായിരുന്നു, നിന്നു പോയെന്നവരെ വിചാരിച്ചിരുന്നു. അപ്പം അവിടുന്ന് മുന്നോട്ട് ഇവിടെ വരെ എത്തി. എല്ലാം ഏകദേശം തീർന്നിരിക്കുന്ന ഒരു ഇതിലേക്ക് എത്തി നിൽക്കുന്നു. ഇതിൻ്റെ അകത്ത് സുഭാഷ് ആണെങ്കിലും ജയൻ, അതിൻ്റെ അകത്ത് അഭിനയിച്ച എല്ലാവരും പല സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും അവരുടെ പെർഫോമൻസ് നല്ല പെർഫോമൻസാണ് അവർ ഇതിൻ്റെ അകത്ത് നടത്തിയിരിക്കുന്നത്. അർപ്പിതയാണെങ്കിൽ അർപ്പിത ഇപ്പം ലൈല എന്ന് പറയുന്ന ഒരു പടത്തില്, വെങ്കടേഷൻ സാറിൻ്റെ പടത്തില് ഫുൾ ലൈല എന്ന് പറയുന്ന ക്യാരക്ടർ കംപ്ലീറ്റ് തമിഴിൽ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. പടം റിലീസായി. പിന്നെ സാസിക ആണെങ്കിലും, പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ള എൻ്റെ ക്യാമറാമാന്മാര് ഷിജാസ് ആൻഡ് അമല്, വെളുപ്പിനെ ഒരു 5 മണി വരെയൊക്കെ ഷൂട്ട് പോയിട്ടുണ്ട്, ഒരു 4 ദിവസമൊക്കെ അടുപ്പിച്ച്. അപ്പോഴും ഫുൾ സപ്പോർട്ടായിട്ട് കൂടെ നിന്ന അമലും ഷിജാസും, അവരോടുള്ള നന്ദി ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുന്നു. അരീക്കൊമ്പൻ ഒരു പ്രശ്നമായിട്ട് തന്നെ വരും, അത് ഉറപ്പാണ്. ഇതൊരു തള്ളല്ല, സത്യമായ കാര്യമാണ്. അല്ലെങ്കിൽ അരിക്കൊമ്പന് വേണ്ടിയാണോ അല്ലെങ്കിൽ കാടിന് വേണ്ടിയാണോ? കാടിന് വേണ്ടിയാണ്. ഇതില് ശരിക്കും ഷാമേട്ടൻ ഇതിനകത്ത് കുറച്ച് പരിമിതികളുണ്ട്. കാരണം ഇങ്ങനെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പറയാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ ആ സിനിമയ്ക്കുള്ളിലുണ്ട്. അതുപോലെ ഒരുപക്ഷെ ഈ പറഞ്ഞ ഈ അരിക്കൊമ്പൻ പോയതിന്റെ പിന്നില് റീസൺ ആവാം, പല കാരണങ്ങളുണ്ടാവല്ലോ. അപ്പൊ അത് ഷാമേട്ടൻ ഇങ്ങനെ ഇവിടെ നിന്ന് വിളിച്ചു പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് ഷാമേട്ടൻ ഇങ്ങനെ കൺജസ്റ്റഡ് ആയിട്ട് ഇങ്ങനെ അവിടെ എവിടെയും തൊടാതെ സംസാരിക്കുന്നത്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ശരിക്കും ഈ വനസംരക്ഷണം എന്ന് തന്നെയാണ്. വനസംരക്ഷണം വരുമ്പോൾ അതിൽ ഈ പറഞ്ഞ വനങ്ങളും ചെടികളും മൃഗങ്ങളും എല്ലാം വരുമല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇത് ഇങ്ങനെ വിട്ടു പറയാൻ പറ്റില്ല. കാരണം പറഞ്ഞ പിന്നെ എല്ലാം ഔട്ടായ ഒരു അവസ്ഥ സാഹചര്യമാണ്. സിനിമ കണ്ട് തന്നെ അത് മനസ്സിലാക്കേണ്ടി വരും. ആ പാട്ടിനകത്ത് തന്നെ വിനീതേട്ടൻ പാടിയിരിക്കുന്ന പാട്ടിനകത്ത് തന്നെ ഉണ്ട് ജീവന്റെ ജീവനായ കാട് നമ്മുടെ ജീവനാണെന്ന് നമ്മൾ ഓർക്കണം. കാടിന്റെ സംഗീതം അറിയാത്തൊരു ലോകം, പുതിയ ലോകത്തെ കുട്ടികൾക്ക് കാടിന്റെ സംഗീതം അറിയില്ല. അവര് കാട്ടിൽ പോകുന്നത് വേറെ പല കാര്യത്തിനായിരിക്കാം. അപ്പം ആ പച്ചപ്പുകളെ നിലനിർത്തിയെങ്കിൽ മാത്രമേ ജീവൻ നാളെ നിലനിൽക്കുകയുള്ളൂ. തീർച്ചയായിട്ടും അത് എങ്ങനെ ട്രീറ്റ് ചെയ്തു എന്നാണ് ഇപ്പൊ സിനിമ കാണുന്നതിന് മുമ്പ് പറയാൻ സാധിക്കാം. ആനയുണ്ട്, സിനിമയിൽ ആനയുണ്ട്. അരീക്കൊമ്പന്റെ കൊമ്പുകളുമായി ആനയുണ്ട്. അരീക്കൊമ്പനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല, പക്ഷെ അരീക്കൊമ്പന്റെ കൊമ്പടക്കം ആനയുണ്ട്. ഓക്കെ, സോങ്സിന് ഈ ഒരു പടത്തില് ഇപ്പം 3 പാട്ടുകൾ ഇപ്പം നമ്മൾ കേട്ടു. ആ 3 പാട്ടുകളും ഒരു സാധാരണക്കാർക്ക് പാടാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു ട്യൂണായിട്ടാണ് തോന്നിയത്.
അപ്പൊ അത് അത്രയും സിമ്പിൾ ആക്കിയതാണോ അതോ ഈ ഒരു അല്ല, ഈ മൂവി ശരിക്കും ഇത് പോകുന്ന ഒരു രീതി അങ്ങനെയാണ്. മീൻസ് ഇതിന്റെ ഒരു ജേർണി എന്ന് പറഞ്ഞാല് ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഒത്തിരി ഇമോഷൻസ്, ഈ പറഞ്ഞ പോലെ കാടിന്റെയും അരിക്കൊമ്പന്റെയും ഒരു ഇമോഷണൽ ട്രാക്കാണ് ഇത് പല മേഖലകളിൽ ഈ പടം പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്തൊരു അടിച്ചുപൊളി അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഒരു സാധ്യതകൾ കുറവുള്ളൊരു മൂവിയാണ്, ഒരു പ്രകൃതി മൂവിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാട്ടുകളെല്ലാം ഭയങ്കര സിമ്പിൾ ആയിട്ടൊരു എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്നത്, ഏറ്റു പാടാൻ പറ്റുന്നതും അല്ലാന്നുണ്ടെങ്കിൽ ടച്ച് ചെയ്യുന്നതായിട്ട്. ഇപ്പൊ ഒരു കാടിനെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ പച്ചപ്പിനെ സ്നേഹിക്കുന്ന ഒരാള് ഈ പാട്ട് കേൾക്കുമ്പോൾ എനിക്കൊരു ഫീൽ ഉണ്ടാവണം എന്ന് വെച്ചിട്ട് ആ എല്ലാ 3 പാട്ടുകളും ആ ഒരു രീതിയിൽ തന്നെയാണ് ചെയ്തേക്കണം. അപ്പം ശ്യാമേട്ടനോട് ആവശ്യപ്പെട്ടതും അങ്ങനെയാണ്. ആ ഒരു ഡിഫറൻസ് പാട്ടുകളില്ല, ഭയങ്കരമായ ചേഞ്ചുകളൊന്നുമില്ല. 3 പാട്ടും ഓൾമോസ്റ്റ് സെയിം ജേണിലാണ്. സംവിധായകനോട് ഇതിൽ കാസ്റ്റ് ചെയ്തിരിക്കുന്നത് മിക്കവരും പുതുമുഖങ്ങളാണല്ലോ. അപ്പോൾ ഈ മെയിൻ സ്ട്രീമിൽ ഇപ്പം സ്റ്റാർ പദവിയുള്ള ആൾക്കാരെ സമീപിച്ചിട്ട് കിട്ടാത്തത് കൊണ്ടാണോ പുതുമുഖങ്ങളെ കൂടുതലായിട്ട് തിരഞ്ഞെടുത്തത്? ഒരിക്കലും അല്ല. ഈ സിനിമ ഇങ്ങനെ പോകണമെന്ന് തീരുമാനിച്ചതാണ്, അങ്ങനെ കാസ്റ്റ് ചെയ്തത്. അരിക്കൊമ്പൻ വിഷയം ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ്, അതുപോലെ ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. അതുപോലൊരു വിഷയത്തെ കുറിച്ച് ഒരു സിനിമ ചെയ്യുമ്പോൾ എത്രത്തോളം അതിനകത്ത് വെല്ലുവിളികൾ ഉണ്ടാകും? ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടാകാം. അതിലേക്ക് ഫസ്റ്റ് സ്റ്റെപ്പിൽ നിന്ന് കടന്നതേ ഉള്ളൂ, ഇനി അങ്ങോട്ട് കടക്കാൻ പോകുന്നു. ഇത് ഇങ്ങനെയൊരു സബ്ജക്റ്റ് എടുത്ത സമയത്ത് എന്തെങ്കിലും പ്രതിസന്ധികൾ, അതായത് അരിക്കൊമ്പൻ ഏറെ ചർച്ചാ വിഷയമായതാണ് 2 രീതിയിലും, അരിക്കൊമ്പനെ സപ്പോർട്ട് ചെയ്തിട്ടാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു പോയിന്റ് ഓഫ് സ്ട്രാറ്റജി നിങ്ങൾ മെയിനായിട്ട് പറയുന്നതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധികൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ ഈ സിനിമയുടെ ഷൂട്ടിന്റെ സമയത്തോ അല്ലെങ്കിൽ ഇങ്ങനൊരു സബ്ജക്ട് തുടങ്ങിയ സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നു? എനിക്കത് മനസ്സിലായില്ല എങ്ങനെയാണെന്ന്. അതായത് ഏതെങ്കിലും ഭാഗത്തു നിന്നുള്ള പ്രതിസന്ധികൾ? ഇല്ല, അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. വളരെ സമാധാനം. ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് മൂന്നാർ, വാഗമണ്ണ്, പിന്നെ പാലക്കാട് തലക്കോട് എന്ന് പറയുന്ന സ്ഥലം, ചോട്ടാനിക്കരിക്കപ്പുറം. അവിടെയാണ് നമ്മൾ സെറ്റ് ഇട്ടിരിക്കുന്നത്. ഈ കുടില് കാര്യങ്ങൾ അങ്ങനെയുള്ളതെല്ലാം സെറ്റ് ഇട്ടേക്കുന്നത് അവിടെയാണ്. ബാക്കി ആ പോലീസ് സ്റ്റേഷൻ ആണെങ്കിലും പിന്നെ കല്ലാമൂല റേഞ്ച് ഓഫീസ് ആണെങ്കിലും എല്ലാം സെറ്റ് ഇട്ടേക്കുക അവിടെ. അങ്ങനെയാണ് അവിടെ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് അവിടെ വേറൊരു പ്രതിസന്ധി ഉണ്ടാകാൻ പുറത്തുനിന്ന് ഒരാൾ കയറി വരുന്ന സ്ഥലമൊന്നുമല്ല. അങ്ങനെ ഒരു ഏരിയ നോക്കിയിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇനി എന്തെങ്കിലും ഇങ്ങനെയൊരു സെൻസേഷണലായ സബ്ജക്റ്റ് ആണ്, ഇനി എന്തെങ്കിലും ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ടോ വരാൻ സാധ്യത? എന്ത് വന്നാലും നേരിട്ടല്ലേ പറ്റുള്ളൂ, ഇവിടെ വരെ എത്തിയില്ലേ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സബ്ജക്ട് ചൂസ് ചെയ്യാനുള്ള കാരണം? ഞാനൊരു വനമേഖലയിൽ ജനിച്ചു വളർന്നവനാണ്, പത്തനംതിട്ട. അപ്പോൾ ഞാൻ കുട്ടിക്കാലം തൊട്ട് കണ്ടു വളർന്നത് ഈ ആനയെ പിന്നെ ആനക്കൂട്ടിലേക്ക് കുഴിയിൽ വീണ ആനകളെ കൊണ്ടുവരുന്നതും അവിടുത്തെ പൂരം ഉത്സവത്തിന് കണ്ട എഴുന്നള്ളത്തും അതൊക്കെയാണ് ചിലപ്പോൾ ഈ പച്ചപ്പിനോടും കാടിനോടും ഒക്കെ ഇഷ്ടം തോന്നാനുള്ള കാരണമാക്കി മാറ്റിയത്. ഇന്നത്തെ ഒരു പ്രധാന ഒരു വാർത്ത ഉണ്ടായിരുന്നു. ഒരു പകല് ഏതൊരു സ്ഥലം എന്നുള്ളത് കൃത്യമായിട്ട് ഓർമ്മയില്ല, വാർത്തയിലൊക്കെ വളരെ വ്യക്തമായിട്ട് പുലി പകൽ സമയത്ത് വരെ കടുവ പുറത്തിറങ്ങി, കാടിൽ നിന്ന് പുറത്തിറങ്ങി വീടിന്റെ മുമ്പിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടാകും ചിലപ്പോൾ, സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ഇതായിരുന്നു. അതേപോലെ തന്നെ ആനകൾ പുറത്തിറങ്ങുന്നു, റോഡിലൂടെ പോകുമ്പോൾ ആന സലാം പറഞ്ഞു പോകുന്നു, അങ്ങനെയുള്ള വാർത്തകൾ. അതേപോലെ നാട്ടിൽ വരെ, അതായത് നമ്മൾ കാടിന്റെ അടുത്ത് ആയിരുന്ന വന്യജീവികൾ നാട്ടിൽ വരെ എത്തി. അപ്പോൾ ഇതും ഈ സിനിമയുമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രതിപാദിക്കുന്നുണ്ടോ ഇന്നത്തെ ഒരു സാഹചര്യത്തെ? തീർച്ചയായിട്ടും ഉണ്ടാകാം. കാരണം ഒരു 15 വർഷം അല്ലെങ്കിൽ 20 വർഷം മുമ്പ് പുറകോട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇങ്ങനൊരു സംഭവം ഒന്നും ഉണ്ടാവില്ല. ആനയോ അല്ലെങ്കിൽ പുലിയോ ഒന്നും ഇറങ്ങി അങ്ങനെ കൂടുതലായി വന്നതൊന്നും കേട്ടിട്ടില്ല, വാർത്തയിലൊന്നും കണ്ടിട്ടില്ല. ഈ അടുത്തോടയ്ക്കാണ് അടുപ്പിച്ചിറങ്ങുന്നതും ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും. അത് വനത്തിലുണ്ടാകുന്ന വനങ്ങൾ കയ്യേറുന്നതും മരങ്ങൾ മുറിച്ചു മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ എന്തെങ്കിലും ഇതിൽ ചർച്ച ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. മനുഷ്യന്റെ കടന്നുകയറ്റമാണ് ഈ മനുഷ്യ മേഖലയിലേക്ക് മൃഗങ്ങളുടെ കടന്നുകയറ്റത്തിനുള്ള സാധ്യത കൂടുന്നത് അല്ലേ? അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്?
മനുഷ്യൻ കടന്നു കയറുന്നത് കൊണ്ടാണല്ലോ. മനുഷ്യൻ കടന്നു കയറി ചെല്ലുമ്പോഴത്തേക്ക് വനങ്ങൾ നാടായി മാറിക്കൊണ്ടിരിക്കുന്നു. പിന്നെ അവരെ കൊണ്ട് ഈ വിഷയം നിങ്ങളുടെ സിനിമയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? തീർച്ചയായിട്ടും ബന്ധമുണ്ട്, കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ശരിക്കും സ്വാഭാവികമായിട്ടും ഇന്നുള്ള ഭൂമി മതിയാവാതെ വരുന്നു എന്നുള്ളൊരു സംഭവം അതിനകത്ത് ജനിക്കുന്നുണ്ട്. അപ്പം ഓട്ടോമാറ്റിക്കലി അങ്ങോട്ടും അവരിങ്ങോട്ടും കടന്നു കയറും. അത് സ്വാഭാവികമല്ലേ? അതിനകത്ത് ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? ഈ പച്ചപ്പുകളൊക്കെ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ഒരു കാലത്ത് ഓക്സിജൻ വില കൊടുത്ത് മേടിക്കേണ്ടി വരും. അല്ല, ഇപ്പോഴത്തെ കാലത്ത് എൻ്റെ ചിന്തയാണ് ഞാൻ പറഞ്ഞത്, എല്ലാവരും അങ്ങനെ ചിന്തിക്കണമെന്നില്ല. ഇപ്പൊ ഡൽഹിയിൽ തന്നെ ഡീസൽ വണ്ടിയൊക്കെ നിരോധിച്ചു, ഓക്സിജന്റെ പ്രശ്നങ്ങൾ തുടങ്ങി, പൊല്യൂഷന്റെ പ്രശ്നങ്ങളായി. അപ്പൊ അതൊരു പ്രശ്നം തന്നെയാണ്. ഓക്കെ, പുതുമുഖങ്ങളുടെ അഭിനയത്തെക്കുറിച്ച് താങ്കൾക്ക് ഇപ്പം ഷൂട്ടിംഗ് സമയത്ത് അവര് പരിചയസമ്പന്നരല്ലാത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? പരിചയസമ്പന്നരല്ലാത്തത് കൊണ്ട് അതിൻ്റെതായ ടൈമിങ്, ഷൂട്ട് വെക്കുമ്പോൾ ആ ടൈമിങ്ങിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ തരണം ചെയ്ത് നന്നായിട്ട് ഇവർക്കൊക്കെ ഞാൻ ഇപ്പോൾ 1 വർഷമായി. അതിനു മുമ്പ് ഒരു 6 മാസം മുമ്പ് തന്നെ സുഭാഷ് സ്ക്രിപ്റ്റിൽ എല്ലാം കൂടെ ഉണ്ടായിരുന്നു. എല്ലാവരും ആ ഗ്രൂപ്പിലൂടെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ചർച്ച ചെയ്ത് ഓരോ സീനുകളും എല്ലാവരോടും ഡിസ്കസ് ചെയ്ത് ലൊക്കേഷനിൽ വന്നാലും സീനുകൾ പ്ലാൻ ചെയ്ത് അങ്ങനെ ഷൂട്ട് ചെയ്ത് പോയതാണ്. നൈറ്റ് കൂടുതലുണ്ടായിരുന്നു, നൈറ്റ് സീൻസ്, മഴ, കൊലപാതകം. വയനാട്ടിലെ ഈ കാട്ടാനാക്രമണത്തെ തുടർന്ന് ആളുകൾ മരിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വയനാട്ടിലെ ഒരു വൈകാരികമായ പ്രശ്നം, ജനം തെരുവിലിറങ്ങുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പോരാത്തതിനിപ്പം ലോക്സഭാ ഇലക്ഷന്റെ ചൂടിൽ ഡേറ്റ് അടക്കം വന്നിട്ടുണ്ട്. അപ്പൊ ഇലക്ഷനിലെ ഒരു ചർച്ചാ വിഷയമായിട്ട് ഒരു വയനാട്ടിലൊക്കെ അല്ലെങ്കിൽ ഈ വനമേഖലയിലൊക്കെ ഒരു പൊളിറ്റിക്കൽ ചർച്ചയായിട്ട് മാറാൻ ഈ സിനിമ കഴിയുമായിരിക്കും, അങ്ങനെ വരുമായിരിക്കും. അതിനെപ്പറ്റി ഞാനിപ്പോ ഒന്നും പറയുന്നില്ല. എന്നാണ് തിയേറ്ററിലേക്ക് ഈ ഒരു സിനിമ എത്തുക? നമ്മള് അടുത്ത മാസമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു 2-3 പാച്ചുകൾ ഷൂട്ട് ചെയ്യാനുണ്ട്, അത് മാത്രമേ ഉള്ളൂ, എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഈ ബാക്കിൽ പോസ്റ്ററിൽ ബാക്കി എല്ലാവരുടെയും ഫോട്ടോ ഉണ്ട്. ഇതിനകത്ത് ഒരു അരിക്കൊമ്പന്റെ കഥ എന്ന് വെച്ചിട്ടുണ്ട്. പക്ഷേ ആനയെ ലോഞ്ചില് കാണിച്ചിട്ടുണ്ട് ആനെ. പക്ഷെ ഇതിൽ നിന്ന് എന്തുകൊണ്ട് ഒഴിവാക്കി? അവിടെ ഉണ്ടോ? അല്ല, ഇതിനകത്ത് ആനയെ വെച്ചിട്ടില്ല. കാണുന്നു. അല്ല, അത് വേറെ ഇതല്ലേ. പടത്തിനെക്കാട്ടിലും ജീവനോട് കാണിക്കുമ്പോൾ ഒരു സുഖം വേറെ ഉള്ളത്. ഓക്കെ, നോർമലി ഇപ്പം ഇങ്ങനെയുള്ള സബ്ജക്റ്റ് എടുക്കുമ്പോൾ ജനങ്ങൾക്ക് ഇപ്പം മാസ് ഐറ്റംസ് ഒന്നും ഒരു തിരിച്ചു കിട്ടും എന്നൊരു വിശ്വാസമുണ്ടോ? ഇത് S2 മീഡിയ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന എൻ്റെ കമ്പനിയാണ്. എൻ്റെ അളിയൻ തന്നെയാണ്, ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ഇതിൻ്റെ പ്രൊഡ്യൂസിങ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതൊരു റിട്ടേൺസ് കിട്ടും എന്ന് വെച്ചിട്ടല്ല പുതുമുഖങ്ങളെ വെച്ചിട്ട് നമ്മൾ സിനിമ ചെയ്യാൻ ഇറങ്ങി തിരിച്ചത്. കുറച്ചുപേര് നല്ല അവസരങ്ങൾ കൊടുക്കുക, അഭിനയിക്കാൻ അറിയാവുന്നവർക്ക്, പിന്നെ നല്ലൊരു പ്രോജക്റ്റ് ഉണ്ടാക്കുക. ആ പ്രോജക്റ്റിന് ഒരു നല്ല കണ്ടന്റ് ഉണ്ടായിരിക്കണം, അത് ഒരു മെസ്സേജായിട്ട് കൊടുക്കണം. കുറച്ച് പേരെങ്കിലും അറിഞ്ഞാൽ മതി, ഒത്തിരി പേര് അറിയണ്ട, അത്രമാത്രമേ ഇതിനകത്ത് കരുതിയിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ ആദ്യം തൊട്ട് ഓരോ ഘട്ടങ്ങളിലും എൻ്റെ ഒപ്പം പ്രശാന്ത് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. പിന്നെ പല സന്ദർഭങ്ങളിൽ വിനോദേട്ടായി പൂനെയിലുള്ളത് രാജേട്ടൻ, അതുപോലെ ഒരുപാട് പേര് ഒത്തിരി സപ്പോർട്ടായിട്ട് നമുക്ക് ഈ സിനിമയ്ക്ക് നിന്നിട്ടുണ്ട്.
സുഭാഷാണെങ്കിലും പിന്നെ പേടിയാണ് സുഭാഷിന് എല്ലാത്തിനും, പൊതുവെ അങ്ങനെയാണ്. അതാണ് സുഭാഷ്. സുഭാഷ് സിനിമാമോഹമായിട്ട് ഒരു 6 വർഷക്കാലമായിട്ട് നടന്നു. അത് കഴിഞ്ഞിട്ടാണ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ സുഭാഷിനെ ചേട്ടൻ്റെ ഇതിൽ പരിചയപ്പെടുകയും അങ്ങനെ ഇവൻ്റെ രൂപം കണ്ടിട്ടാണ് ഞാൻ അതിൻ്റെ അകത്ത് മാണിക്കൻ എന്ന് പറയുന്ന ക്യാരക്ടറെ സെലക്ട് ചെയ്യുന്നത്. അതൊരു മാർജിഫ്രിയുടെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് ഞാൻ കഥ പറയുന്നത്. എന്നിട്ട് അവൻ എൻ്റെ ചോദിച്ചു, ചേട്ടാ ഇത് സിനിമ ചെയ്യാനാണോ? ഞാൻ പറഞ്ഞു ആണ്, നീയാ നായികൻ. അങ്ങനെയാണ് കാസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഓരോരുത്തർ ഇതിൻ്റെ അകത്ത് വന്നവരാണ്. അതുപോലെ നമ്മുടെ FACTയിലെ സുരേഷ് ഏട്ടൻ ഗംഭീര ക്യാരക്ടറായതേക്കട്ടെ. പുള്ളി പിന്നെ കഥകളി അടക്കമുള്ള പല മേഖലകളിൽ നിന്നിട്ടുള്ളതാണ്. അതുപോലെ ജയൻ മിമിക്രി ആർട്ടിസ്റ്റായിട്ട് വന്ന ആളാണ്. മാസ് എന്ന് ചോദിച്ചില്ലേ, മാസ് ഇതിൻ്റെ അകത്ത് നല്ലൊരു അടിയുണ്ട്, നല്ല ഗംഭീര അടിയും 2 കൊലപാതകങ്ങളും ഉണ്ട്. പിന്നെ ഇന്ത്യൻ വോളിബോൾ താരം കിഷോർ കുമാറായിട്ട് വില്ലനായിട്ട് വരുന്ന ചിത്രമാണ്. കിഷോറേട്ടൻ ഇന്ന് വരാൻ ഇവിടെ പറ്റിയില്ല, ചെന്നൈയിൽ കളി നടന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് വരാൻ പറ്റായത്. ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? വിനീതേട്ടൻ ഞാൻ 10ാമത് റെക്കോർഡ് ചെയ്ത പാട്ടായിരുന്നു. ഇപ്പം നാളെ എനിക്ക് വിനീതേട്ടൻ്റെ റെക്കോർഡിംഗ് ഉണ്ട് ചെന്നൈയിൽ. നാളെ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് വിനീതേട്ടൻ്റെ 14ാമത്തെ പാട്ടാണ്. അതിൽ എനിക്കൊരു 3 സോങ് ഇപ്പം ഇറങ്ങിയിട്ടുള്ളൂ, ബാക്കി 11 ഇനി റിലീസിനുണ്ട്. അപ്പൊ എനിക്ക് ഏറ്റവും കംഫർട്ടായിട്ട് ഞാൻ എപ്പോഴും ഞാൻ ഒരു ഗായകന് വേണ്ടി ഏറ്റവും കൂടുതൽ സമയം വെയിറ്റ് ചെയ്ത് റെക്കോർഡ് ചെയ്യുന്ന ഒരു സിംഗറാണ് വിനീത് ശ്രീനിവാസൻ. കാരണം അത് നമ്മൾ ആ വെയിറ്റ് ചെയ്ത അതിൻ്റെ ഒരു റിസൾട്ട് ആ പാട്ടിന് കിട്ടും. അപ്പൊ അത് എനിക്ക് എപ്പോഴും ഞാൻ ഏറ്റവും സമയം, എനിക്ക് തോന്നുന്നു 2-3 മാസമൊക്കെ പുള്ളിക്കിட்ட തിരക്കറിയാലോ. ഇപ്പം പിന്നെ വർഷങ്ങൾക്ക് ശേഷം നടക്കുന്നതുകൊണ്ട് മൊത്തത്തിൽ തിരക്കാണ്. എങ്കിലും നാളെ എനിക്ക് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടം എപ്പോഴും റെക്കോർഡ് ചെയ്യാൻ. നമ്മൾ ഏത് സാധനം പുള്ളിക്ക് വേണ്ടി ചെയ്താലും നമ്മൾ ഉദ്ദേശിക്കുന്നതിൻ്റെയും അപ്പുറത്തോട്ട് അത് പാടി നമ്മളെ വേറൊരു മൂഡിലോട്ട് കൊണ്ടുപോകുന്ന ആളാണ് പുള്ളി. അത് എനിക്ക് എപ്പോഴും ഞാൻ ഏറ്റവും കൂടുതൽ കംഫർട്ടായിട്ട് റെക്കോർഡ് ചെയ്യുന്നൊരു സിംഗറാണ് വിനീത് ശ്രീനിവാസൻ. ഗായികയെ പറ്റി ഇതിലൊരു 3 പാട്ടുകളെ. ഒന്ന് വിനീതേട്ടൻ്റെ സോളോ, പിന്നെ ഉള്ള 2 പാട്ട്, ഒന്ന് P. ജയചന്ദ്ര സാറും കവിത ചേച്ചിയും പാടി. അപ്പൊ കവിത ചേച്ചി ഇതിനു മുന്നേ എൻ്റെ ഒരു മൂവി അല്ലാത്തൊരു മ്യൂസിക് വീഡിയോയിൽ പാടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ ഈ പാട്ട് വന്ന സമയത്ത് P. ജയചന്ദ്ര സാറിനോട് ഒരു ഡിഫറെന്റ് വോയിസ് നോക്കാന്ന് വെച്ചിട്ട് അങ്ങനെയാണ് ചേച്ചി ഒരു സജഷൻ വന്നത്. പക്ഷെ അത് നന്നായിട്ട് വന്നിട്ടുണ്ട് ആ പാട്ട്. അത് റിലീസാകുമ്പോൾ നിങ്ങൾ കേട്ടിട്ട് ഒപ്പീനിയൻ പറയും. അതുപോലെ തന്നെ പല്ലവിയും നല്ല ഒരു ഗായികയാണ്. ഇനി അപ്കമിങ് ആയിട്ട് ഒരുപാട് പ്രൊജക്ട്സ് കിട്ടട്ടെ 2 പേർക്ക്. ആ പാട്ട് പോകുന്നത് ഒരേ കാട് ഫുള്ള് കാണിച്ചുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് നാട്ടിൻപുറത്തേക്ക് വരിക. 4 സുഹൃത്തുക്കള് ഒരു ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി കാട്ടിലേക്ക് പോകുക. അവിടെയാണ് സോങ് ഓപ്പൺ ആകുന്നത്. അതിൻ്റെ P. ജയചന്ദ്രൻ സാറിൻ്റെ സോങ്. അതിൻ്റെ അത് അനുപല്ലവി അങ്ങനെ പോകുന്നൊരു സോങ്ങാണ്. അവര് കാട്ടിലെത്തിപ്പെടുമ്പോൾ ആനയെ ആക്രമിക്കും. പുതിയതായിട്ട് പെട്ടെന്ന് വന്ന ഒരു വേഷമാണെന്ന് പറയുന്നു. വലിയ പ്ലാനിങ് ഒന്നും ഇല്ലാതെ ഇരുന്ന ആണല്ലോ. അപ്പം ഈ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? അപ്പം അതൊരു ഭാഗ്യമായിട്ട് തന്നെയാണ്. കാര്യം ഫസ്റ്റ് പടം അങ്ങനെ ഒരു മെയിൻ ക്യാരക്ടർ കിട്ടിയിരിക്കുന്നു. അതിന് ഇപ്പോൾ നമ്മുടെ ഈ ഒരു കാലഘട്ടമായിട്ട് അത്രയും റിലേറ്റ് ചെയ്യുന്നതായതുകൊണ്ട് അത് ആ ഒരു ക്യാരക്ടർ കിട്ടിയത് വളരെ സന്തോഷമാണ്. കാര്യം മിക്കവർക്കും കിട്ടിയാൽ എന്താ പറയുക, ചെയ്യാൻ ആഗ്രഹം തോന്നുന്ന ടൈപ്പ് ഒരു ക്യാരക്ടർ അതെനിക്ക് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. പടം പറയുന്നതും സീരിയസ് ആയിട്ടൊരു വിഷയമാണ്.
ഒന്ന് കാട്ടി തന്നെ ഒന്ന് കാണും, കാട്ടിൽ നിന്ന് പുറത്തിറങ്ങില്ല. വിഘ്നേഷ് സാറിൻ്റെ കൂടെ ഒരു പടം ചെയ്തിട്ടുണ്ടല്ലേ? ഓക്കെ. ഈ സിനിമയിൽ വന്നപ്പം എന്തായിരുന്നു പ്രതീക്ഷ? ആദ്യം ശമങ്ങൾ അരിക്കൊമ്പൻ്റെ കഥ പറഞ്ഞു. അപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ന്യൂസിലൊക്കെ കാണാറുണ്ട് അരിക്കൊമ്പനെ നാട് കടത്തുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളൊരു സിനിമയിലൂടെ എടുക്കുകയെന്ന് വെച്ചാൽ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റിലൂടെയാണ് ഞാനത് കഥ കേട്ടത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കഥ. അപ്പോൾ എൻ്റെ ക്യാരക്ടറിൻ്റെ നെയിം ചിന്നൂട്ടി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷൂട്ടിങ്ങെല്ലാം നല്ല രീതിയിൽ നടന്നിട്ടുണ്ട്. ശമങ്ങളും കലാമല ടീമും ഭയങ്കര സപ്പോർട്ടായിരുന്നു. അരിക്കൊമ്പനെ കണ്ടോ? അരിക്കൊമ്പനെയോ? എൻ്റെ സീനില് ഞാനുണ്ടായിരുന്ന സീനിൽ അരിക്കൊമ്പനെ ഉണ്ടായിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് എനിക്കത് ഫീൽ ആവുന്നത്. കാര്യം ചെറുതിനെ മുതൽ ഞാൻ കേൾക്കുന്നത് ജയചന്ദ്രൻ സാറിൻ്റെ പാട്ടുകളിൽ നമുക്ക് അങ്ങനെ ആലോചിക്കാൻ പോലും പറ്റില്ല സാറിൻ്റെ കൂടെ പാടുക എന്ന് വെച്ചാൽ. പിന്നെ എന്തോ ഒരു ദൈവഭാഗ്യം എന്ന് തന്നെ പറയണം എനിക്ക് ഈ ഒരു അവസരം കിട്ടിയത്. അതിൽ വലിയ സന്തോഷമുണ്ട്. എങ്ങനെ അറിയിക്കണമെന്ന് അറിയത്തില്ല. ആ പാട്ട് രണ്ടുപേര് പാടുമോ? പാട്ടുപാടി കൂട്ടുകൂടി കാട് തേടി പോകാം, കൂടുവിട്ട് കൂടുമാറി ആഘോഷമാക്കാൻ. പാട്ടുപാടി കൂട്ടുകൂടി കാട് തേടി പോകാം, കൂടുവിട്ട് കൂടുമാറി ആഘോഷമാക്കാൻ. കാറ്റുപോലെ കരളുപോലെ ചങ്ങാതിമാരെ തേടി തേടി, കവിത പോലെ കനവ് പോലെ ആ കടൽ പോലെ നമ്മളൊന്നായി വെൺമണി കൊഞ്ചുന്നൊരാകാശതാരത്തെ കൂരിരുൾ കാട്ടിലെ മിന്നും തിരിനാണമായി തെളിഞ്ഞൊരാ പുഞ്ചിരി. പാട്ടുപാടി കൂട്ടുകൂടി കാട് തേടി പോകാം. കൂടുതൽ വീഡിയോസിനായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.